ക്ഷേത്രനടയിൽ ബാങ്ക് വിളിക്കുന്ന പരിപാടി അവസാനിപ്പിക്കണമെന്നും അടുത്ത വർഷം മുതൽ പച്ചപ്പള്ളിയും ബാങ്ക് നിസ്കാരവും അമ്പലത്തിൽ ഉണ്ടാകില്ലെന്ന് നമ്മൾ തീരുമാനിക്കണമെന്നും ഹിന്ദു ഐക്യവേദി നേതാവ് KP ശശികല ടീച്ചർ അയ്യപ്പ വിളക്കിനോടനുബന്ധിച്ച് മമ്മിയൂർ ക്ഷേത്രനടയിൽ വാഴത്തണ്ടുകൊണ്ട് കെട്ടിയുണ്ടാക്കിയ വാവർ പള്ളിയുടെ ചിത്രങ്ങൾ ഫേസ്ബുക്കിൽ പങ്കുവെച്ചാണ് ശശികല ടീച്ചറുടെ വിമർശനം. മതസാഹോദര്യത്തിന്റെ പേരിൽ അയ്യപ്പൻ വിളക്കുകളിൽ ഇടം പിടിച്ച ഹൈന്ദവേതര പരിപാടികളും ചിഹ്നങ്ങളും പൂർണ്ണമായും വിലക്കണമെന്നാണ് ശശികല ടീച്ചർ ചൂണ്ടിക്കാട്ടുന്നത്. മലബാർ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള ക്ഷേത്രത്തിൽ പച്ചപ്പള്ളി ഉണ്ടാക്കിയിട്ട് ആർക്കും കുരുപൊട്ടിയില്ലെന്നും എന്നാൽ അതേ നടയിൽ ഇതിനൊപ്പം ഒരു കാവിക്കൊടി കണ്ടാൽ നാട്ടിലെ സകലമാന ക്ഷുദ്രജീവികൾക്കും മൂട്ടിൽ കൃമികടി തുടങ്ങിയേനെന്നും ശശികല ടീച്ചർ ആക്ഷേപിക്കുന്നു. ഇങ്ങനെ അയ്യപ്പൻ വിളക്ക് നടത്താൻ കഴിയുമെന്ന് ശാഠ്യമുള്ള വിളക്ക് സംഘങ്ങൾക്ക് നമ്മൾ സംഘടനകൾ വിലക്ക് പ്രഖ്യാപിക്കണമെന്നും പറ്റുമെങ്കിൽ മറ്റൊരു അയ്യപ്പ വിളക്ക് നടത്തണമെന്നും ശശികല ടീച്ചർ പറഞ്ഞു. ഇനി ശശികല ടീച്ചറിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലേക്ക് നമുക്കൊന്ന് പോകാം. മമ്മിയൂർ ക്ഷേത്രനടയിൽ തലയുയർത്തി നിൽക്കുന്ന പച്ചപ്പള്ളി. മലബാർ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള ഈ ക്ഷേത്രത്തിൽ പച്ചപ്പള്ളി ഉണ്ടാക്കിയിട്ട് ആർക്കും കുരുപൊട്ടിയില്ല. എന്നാൽ അതേ നടയിൽ ഇതിനൊപ്പം വാഴപ്പിണ്ടി കൊണ്ട് കെട്ടുന്ന അയ്യപ്പ ക്ഷേത്രത്തിൽ ഒരു ചെറിയ കാവിക്കൊടിയോ കാവി അലങ്കാരമോ അല്ലെങ്കിൽ പള്ളിയിൽ കാട്ടിയ പോലെ കാവി താഴിക്കൊടമ വെച്ചിരുന്നുവെങ്കിൽ നാട്ടിലെ സകലമാന ക്ഷുദ്രജീവികൾക്കും മൂട്ടിൽ കൃമികടി തുടങ്ങിയേനെ. കൊല്ലം മുതുപ്പിലാക്കാട് ക്ഷേത്രത്തിന് മുൻപിൽ അകത്തല്ല ഇട്ട അത്തപ്പൂക്കളിൽ ഓപ്പറേഷൻ സിന്ദൂർ എന്ന് എഴുതിയതിന് ഉണ്ടാക്കിയ പുകിലൊന്നും നാം മറന്നിട്ടില്ലല്ലോ. ഇങ്ങനെയേ അയ്യപ്പൻ വിളക്ക് നടത്താൻ കഴിയൂ എന്ന ശാഠ്യമുള്ള വിളക്കു സംഘങ്ങൾക്ക് നമ്മൾ സംഘടനകൾ വിലക്ക് തന്നെ പ്രഖ്യാപിക്കണം. മറ്റുള്ളവർ വിളിക്കുമായിരിക്കും, വിളിക്കട്ടെ, പക്ഷേ നമ്മളുടെ ഒരു സഹകരണവും ഉണ്ടാകരുത്. പറ്റുമെങ്കിൽ വേണ്ടി വന്നാൽ മര്യാദക്കാരായ സ്വാമി ഭക്തരായ വിളക്കു സംഘക്കാരെ വിളിച്ച് സമാന്തരമായി മറ്റൊരു വിളക്ക് വേറൊരു ദിവസം നടത്തേണ്ടതിനെ പറ്റിയും ആലോചിക്കേണ്ടി വരും. ഒരു നാട്ടിൽ രണ്ടു വിളക്ക് പാടില്ല എന്നൊന്നുമില്ലല്ലോ. എന്തായാലും സംഗതി കൈവിട്ടു പോകും മുമ്പ് നാം പ്രതികരിക്കേണ്ടിയിരിക്കുന്നു. പഴയകാലത്തും പള്ളിയുടെ രൂപത്തിൽ കിട്ടുമായിരുന്നു. ഇത്രയും അഹങ്കാരമെന്ന് അതിൽ കണ്ടിരുന്നില്ല. ഒരിക്കലും ബാങ്ക് നിസ്കാരവും നടത്തിയിരുന്നില്ല. ക്ഷേത്രനടയിൽ ബാങ്ക് വിളിക്കുന്നവരെ നിർത്തിക്കുക തന്നെ വേണം. അടുത്ത വർഷം പച്ചപ്പള്ളിയും ബാങ്ക് നിസ്കാരവും അമ്പലത്തിൽ ഉണ്ടാകില്ല എന്ന് നമ്മൾ തീരുമാനിച്ചാൽ അത് നടപ്പിലാക്കാൻ നമുക്ക് കഴിയണം.